എല്ലാവർക്കും എന്റെ പ്രണാമം. അറിവിലെ 5-ാമത്തെ സൂത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അറിവ്, ബോധം, അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ സത്യം, ഈശ്വരൻ, അതാണ് അറിവ്. ഈ ഒരു പദം, അറിവ് അല്ലെങ്കിൽ ബോധം, ഇത് നിരന്തരം ഉച്ചരിച്ചോളുക, എന്നിട്ട് ഓർമ്മിച്ചോളുക, എന്നിട്ട് ചിന്തിക്കുക. ഇതില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഈ അറിവാണ് നമ്മുടെ ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെവിടെ പോയാലും, സ്വർഗത്തിലോ നരകത്തിലോ എവിടെയോ ആകട്ടെ, ഞാനുണ്ട് എന്ന ബോധം നമ്മിലില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ശരീരമുണ്ടോ? ചുറ്റുമുള്ള പ്രപഞ്ചമുണ്ടോ? ഒന്നുമില്ല. അതേ അവസരത്തിൽ ഞാനുണ്ട് എന്ന അനുഭവം ഇല്ല എന്നൊരിക്കലും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഞാനില്ല എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഇത്ര സ്പഷ്ടമല്ലേ സത്യം? ഇനി എന്താണ് ഇതിൽ സംശയിക്കാനുള്ളത്? ഞാനുണ്ട് എന്നല്ലാതെ ഞാനില്ല എന്നൊരിക്കലും അനുഭവമില്ല. മറ്റെന്തും ബോധമൊഴിച്ച് മറ്റെന്തും ഇല്ല എന്നനുഭവിക്കാം. സൂര്യനില്ല വേണമെങ്കിൽ അനുഭവിക്കാം, വീടില്ല, നാടില്ല. പക്ഷെ ഞാനില്ല, ബോധമില്ല എന്നനുഭവിക്കാൻ പറ്റുമോ? മറ്റുള്ളവരിൽ ബോധമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ആ ബോധമല്ലല്ലോ, ഉണ്ട് എന്ന അനുഭവം നമ്മിലുണ്ടാക്കുന്ന ബോധം. ആ ബോധം ഇല്ല എന്നനുഭവിക്കാനേ പറ്റില്ല. അതാണ് ഗുരുദേവൻ 5-ാം പദ്യത്തിൽ പറയുന്നത്, അറിവിലിരുന്ന് കെടുന്നീല അറിവ്. അറിവ് അറിവിലിരുന്ന് കെടുന്നീല. അറിവിലിരുന്നു കൊണ്ട് ബോധം തന്നെയായി നിന്നുകൊണ്ട് കെടുന്നീല, ഇല്ല എന്നൊരിക്കലും അനുഭവിക്കുന്നില്ല. എപ്പോഴും ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു സത്യം. ഇതിലപ്പുറം സത്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് മറ്റെന്താണ് വേണ്ടത്? അറിവിലിരുന്ന് കെടുന്നീൽ അറിവ്. ഇതൊക്കെ വ്യക്തമായിട്ട് ധരിച്ചില്ലെങ്കിൽ നമുക്ക് പിടികിട്ടില്ല. അറിവിലിരുന്നുകൊണ്ട്, ബോധമായി നിന്നുകൊണ്ട്, ഞാനായി നിന്നുകൊണ്ട് അതൊരിക്കലും ഇല്ലെന്നനുഭവിക്കുന്നില്ല. അറിവിലിരുന്ന് കെടുന്നീൽ അറിവ്. എന്നാൽ ഇതെങ്ങിറങ്ങിയിടും? ഇതാണ് വസ്തുതയെങ്കിൽ ഈ അറിവ് പിന്നെ എങ്ങിറങ്ങിയിടും? എങ്ങോട്ടിറങ്ങിപ്പോകാനാണ്? അതിന് വേറെ ഒരിടത്തും പോകാനില്ല. അതിൽ തന്നെ നിൽക്കുന്നു. നമ്മിലൊക്കെയുള്ള ഞാനെന്ന അനുഭവം അതിൽ തന്നെ നിൽക്കുന്നു. എവിടെ പോയാലും അതിന് വേറെ ഒരിടത്തോട്ടും ഇറങ്ങിപ്പോകാനില്ല. വെച്ചാൽ അറിവൊരിക്കലും ഇല്ലാതാകുന്നില്ല. അറിവൊരിക്കലും തന്റെ സ്ഥാനത്തു നിന്നും ചലിച്ചു മാറുന്നില്ല. ഒരിടത്ത് തന്നെ നിൽക്കുന്നു, നിശ്ചലം.
അതെവിടെ പോകാനാണ് ഇനി? ആ രീതിയിലൊക്കെ ഇത് നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. അറിവിലിരുന്ന് കെടുന്നീലറിവ്. സത്യത്തെക്കുറിച്ച് അത്യന്തം ലളിതമായ വിവരണങ്ങൾ. ഇത് പരീക്ഷിച്ചു നോക്കാൻ നമുക്കിനി മറ്റൊരു ലാബറട്ടറി ആവശ്യമില്ല. നമ്മൾ തന്നെയാണ് ഇതിന്റെ ലാബറട്ടറി. ഞാനുണ്ട് എന്ന് സദാ അനുഭവിക്കുന്ന ബോധം, ആ ബോധം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അതൊരിക്കലും തന്റെ സ്വന്തം സ്ഥാനത്ത് നിന്ന് മാറുന്നില്ല. ഞാൻ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു അവിടെ നിൽക്കുന്നു എപ്പോഴും. അത് ഏത് സ്ഥാനത്താണ്? അത് നിൽക്കുന്ന സ്ഥാനം. അതിന് വേറെ സ്ഥാനമില്ല. ശുദ്ധമായ അറിവിന് ദേശകാലങ്ങളൊന്നുമില്ല. അതെവിടെയാ പിന്നെ നിൽക്കുന്നത്? അത് ആ അറിവിലാണ് പിന്നെ ദേശം, ആകാശത്തിന്റെ തോന്നലുണ്ടായത്. അപ്പോ ആകാശത്തിന്റെ തോന്നലുണ്ടായതിനു മുൻപ് അറിവെവിടെ നിൽക്കും? നമുക്ക് ആകാശത്തോട് ചേർത്തല്ലാതെ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം തന്നെ ഉണ്ടാകുന്നത്. ആകാശത്തിന് പോലും കാരണമായ ബോധം എവിടെ നിൽക്കും? അതിന് ഉപനിഷത്തിന്റെ ഉത്തരം അതാണ് ഗുരുദേവനോട് പറയുന്നത്. സ്വയമഹിമ്നി, സ്വന്തം മഹത്വത്തിൽ അതെവിടെ നിൽക്കുമോ അവിടെ നിൽക്കും. എവിടെ അവിടെ എന്നൊന്നും അവിടെ പ്രശ്നമില്ല. അറിവിലിരുന്ന് കെടുന്നീൽ അറിവാം. എന്നാൽ ഇതെങ്ങിറങ്ങിയിടും? അതെങ്ങോട്ടാ മാറുക? എങ്ങോട്ടാ ചലിക്കുക? അറിവിനെ അറിയുന്നീല, ഈ അറിയുന്നേരത്ത് രണ്ടും ഒന്നായി. ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ അറിവെവിടെ നിൽക്കുന്നു? അറിവിനെ അറിയാനുള്ള ശ്രമമാണ്. അതെ, അറിവിനെ അറിയാൻ ശ്രമിക്കുന്നു. ഏതുപോലെ? തീരസമുദ്രത്തെ അറിയാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അറിവ് മഹത്തായ ആ അറിവിൽ നിന്നും പൊന്തിക്കാണുന്ന ഒരു ചെറിയ കാഴ്ച. ആ അറിവ് മഹത്തായ സർവവ്യാപിയായ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുക. ആ ബ്രഹ്മത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ ഉള്ളിലൊക്കെ പൊന്തി നിൽക്കുന്ന അറിവ്. ഇതേതുപോലെയാണ്? സമുദ്രത്തിൽ തിര പൊന്തി നിൽക്കുന്നത് പോലെ സമുദ്രത്തിൽ പൊന്തിയ തിര സമുദ്രത്തെ അറിയാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ അറിയാൻ ശ്രമിക്കുന്നു? സമുദ്രത്തോട് ചേർന്ന് അങ്ങോട്ട് ചെല്ലുകയല്ലേ? എങ്ങനെയല്ലേ സമുദ്രത്തെ അറിയാൻ പറ്റൂ? നമ്മളൊക്കെ ചെയ്യേണ്ടത് ഇതാണ്. ഈ കൊച്ചു ഞാനിനെ മഹത്തായ ബ്രഹ്മത്തോട് ചേർത്ത് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുക. വിരോധമില്ല, അറിയാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അറിവിന്, മഹത്തായ അറിവിനെ അങ്ങനെ മാറി നിന്നറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ജീവബോധം ബ്രഹ്മത്തെ അറിയാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അതാണ് അറിവിനെ അറിയുന്നീല, മാറി നിന്നറിയാനൊക്കെയില്ല ഒരിക്കലും. പിന്നെന്താ? അറിയുന്നയിടത്തു രണ്ടും ഒന്നായി. ഇനി നിങ്ങൾ അറിയാൻ ശ്രമിച്ച് അങ്ങോട്ടങ്ങോട്ട് ആ മഹത്തായ അറിവിനെ അടുത്താൽ എന്ത് സംഭവിക്കും? മാറി നിൽക്കുന്ന തോന്നൽ തന്നെ ഇല്ലാതാവും. നിങ്ങൾ ആ മഹത്തായ അറിവുമായി ഒന്നായിത്തീരും. തിരസമുദ്രത്തെ അറിയാൻ ശ്രമിച്ചാൽ അങ്ങോട്ടങ്ങോട്ട് തിര ലയിക്കുകയാണ്, സമുദ്രത്തോട് ലയിക്കുകയാണ്. അറിയാനുള്ള ശ്രമം സമുദ്രത്തോട് അടുക്കുക. തിരസമുദ്രത്തോട് അടുക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം? കുറേശ്ശെ സമുദ്രത്തോട് അലിഞ്ഞു ചേരുക. ഒടുവിൽ സമുദ്രത്തെ അറിയാൻ ശ്രമിച്ച് തിരക്ക് എന്തു പറ്റുന്നു? താനില്ലാതാവുന്നു. അതൊരു നഷ്ടമല്ല, തിരസമുദ്രമായി മാറുന്നു. അറിവിനെ അറിയുന്നില്ല. ഇനി അറിയും നേരത്ത് ഒക്കെ മനസ്സിലായാൽ വളരെ സിമ്പിൾ.
അറിയും നേരത്തു രണ്ടും ഒന്നായി. അറിയാൻ ശ്രമിക്കുന്ന അറിവും അറിയപ്പെടേണ്ട അറിവും ബ്രഹ്മം. അറിയാൻ ശ്രമിക്കുന്ന അറിവ് ജീവൻ. രണ്ടും ഒന്നായി. ഒരു തീപ്പൊരി തീക്കുണ്ടത്തെ അറിയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തീക്കുണ്ടത്തോടടുത്തടുത്ത് അറിയാൻ ശ്രമിച്ചു. എന്ത് സംഭവിക്കും? തീപ്പൊരി തീക്കുണ്ടത്തിൽ ലയിച്ച ഒന്ന്. ഉപനിഷത്ത് പറയുന്നത് യഥോദകം ശുദ്ധേ ശുദ്ധം ആസിക്തം താതൃകേവ ഭവതി. കുറച്ച് ശുദ്ധമായ ജലം ശുദ്ധമായ മറ്റൊരു ജലാശയത്തിൽ ഒഴിച്ചു ചേർക്കുന്നു. എന്താ? രണ്ടും ഒന്നാവുന്നു. ഇതുപോലാണ്. ഇതാണ് ജീവ ബ്രഹ്മ ഐക്യം എന്നൊക്കെ പറയുന്നത്. ജീവന് ബ്രഹ്മത്തെ അങ്ങനെ ഒരിടത്തും പോയി അറിയാനില്ല. ബ്രഹ്മത്തിന്റെ തന്നെ ഈ ശരീരത്തിന്റെ അതിർത്തിയിൽ ബ്രഹ്മത്തിന്റെ തന്നെ ഭാഗമാണ്. ഭാഗമെന്ന് പോലും പറയാനൊക്കില്ല. ബ്രഹ്മത്തിന് ഭാഗമില്ല. എങ്കിലും നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ, ആകാശത്തിന് ഭാഗമുണ്ടോ? പക്ഷെ ഈ മുറിയുടെ ചുവര് കൊണ്ട് വേർതിരിയുന്നു എന്ന് തോന്നുമ്പോ ആകാശത്തിന് ഭാഗമുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ദേഹത്തിന്റെ അതിരിൽ തോന്നലിൽ മായ, ദേഹം ഇല്ലാത്തതാണ്, വെറും മായാസൃഷ്ടി. അങ്ങനെയുള്ള മായാസൃഷ്ടിയിൽ ശകലം വേർതിരിയുന്നത് പോലെ തോന്നുന്നു, ഒരിക്കലും വേർതിരിയുന്നില്ല. ആ വേർതിരിവ്, ആ ചോര അങ്ങ് മാറുമ്പോ ആകാശം മഹാകാശമായി മാറുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ വേർതിരിവ്, സൂക്ഷ്മ ശരീരം മനസ്സിന്റെ വേർതിരിവ് മാറുമ്പോ ബോധം, ഞാനെന്ന ബോധം മഹത്തായ ബ്രഹ്മവുമായി ഒന്നായിത്തീരുന്നു. ഇതിനെന്താ മാർഗം? മനസ്സിനെ നമ്മളെന്നും പറയാറില്ലേ, മനസ്സിനെ ഒഴിച്ചു മാറ്റുക. മനസ്സാണ് ബ്രഹ്മത്തെയും ജീവനെയും വേർതിരിക്കുന്നത്. മനസ്സിനെ എങ്ങനെ ഒഴിച്ചു മാറ്റും? മനസ്സില്ല, ബോധമേ ഉള്ളൂ. മനസ്സും ബോധമാണ് എന്നുറപ്പിക്കുക. മനസ്സെന്നൊരു പ്രത്യേക വസ്തുവില്ല. തേന തിക്തേന ഭുഞ്ചീഥ. എങ്ങനെ ത്യജിക്കും? ഇപ്പോ സ്വർണം കൊണ്ടൊരാഭരണം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. വളയെ ത്യജിച്ചിട്ട് സ്വർണത്തെ അനുഭവിക്കൂ. എങ്ങനെ അനുഭവിക്കും? ഈ വള എന്ന നാമം രൂപവും ഇല്ല, ഇത് സ്വർണമാണ്, ആണ് എന്ന് ഉറപ്പിച്ചാൽ മതി. സത്യം അങ്ങനെയല്ലേ? വള വേറെയാണെന്ന് നമ്മൾ ധരിക്കുന്നു, ഒരിക്കലും അല്ല. ഇത് വളയല്ല, വളയില്ല. പിന്നെന്താ ഉള്ളത്? സ്വർണം. തീർന്നു. വള സ്വർണത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇതുപോലാണ് അറിവിനെ ഇങ്ങറിയുന്നില്ല, ഇങ്ങറിയുന്നേരത്തു രണ്ടും ഒന്നായി. അറിവും ചെറിയ അറിവും, അറിയാൻ ശ്രമിക്കുന്ന ചെറിയ അറിവും, അറിയപ്പെടേണ്ട മഹത്തായ അറിവും ഒന്നാണ്. ഇവിടെയാണ് നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ പല കഥകളും കേട്ടിട്ടില്ലേ? ബ്രഹ്മാവ് കൃഷ്ണനെ പരീക്ഷിക്കാൻ വന്നു. കൃഷ്ണന്റെ പശുക്കളെയൊക്കെ മോഷ്ടിച്ചു. വത്സസ്ഥേയം കഥ, ഭാഗവതത്തിലെ വത്സസ്ഥേയം. വത്സം എന്ന് പറഞ്ഞാൽ കന്നുകുട്ടി, അതിനെ സ്ഥേയം, അതിനെ മോഷ്ടിച്ചു. ബ്രഹ്മാവ്, സ്ഥേയം എന്ന് വെച്ചാൽ മോഷണം, കന്നുകുട്ടികളുടെ മോഷണം. ബ്രഹ്മാവിന് കൃഷ്ണനോട് അല്പം അസൂയ തോന്നി. ഇയാൾ എന്താ ഇങ്ങനെ കന്നുകുട്ടികളെയും മേച്ച് നടക്കുന്നത്? ഇയാൾക്ക് എത്ര കഴിവുണ്ട്, ഇതൊന്ന് പരീക്ഷിച്ചു കളയാം. അതിനുവേണ്ടി കന്നുകുട്ടികളെല്ലാം മോഷ്ടിച്ചു. ഒരു ദിവസം കൃഷ്ണനും ഗോപന്മാരും ഊണ് കഴിഞ്ഞ് മണൽപ്പുറത്തിരിക്കുകയായിരുന്നു. കന്നുകുട്ടികൾ മേഞ്ഞ് നടക്കുകയായിരുന്നു. അവയെ മോഷ്ടിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ പശുക്കളെയും കന്നുകുട്ടികളെയും ഒന്നും കാണുന്നില്ല. അല്പം കഴിഞ്ഞ് ഗോപന്മാരെയും കാണുന്നില്ല. എല്ലാവരെയും
ബ്രഹ്മാവ് മോഷ്ടിച്ചു. ആകെ ഒക്കെ കൃഷ്ണന് പരിഭ്രമമില്ല. എങ്കിലും പരിഭ്രമിക്കാനുള്ള സന്ദർഭം വീട്ടിൽ ചെല്ലണ്ടേ? അദ്ദേഹം ആലോചിച്ചു, കൃഷ്ണൻ ഈ ബ്രഹ്മാവ് നമ്മെ ഒന്ന് പരീക്ഷിക്കുകയാണ്. വൈകുന്നേരമായി എല്ലാ പശുക്കളെയും ഗോപന്മാരെയും പുതുതായി നിർമ്മിച്ചു. എന്ത് നിർമ്മിക്കാൻ? ഒരേ വസ്തു. വലിയൊരു സ്വർണശേഖരം ഒരാളിന്റെ കയ്യിലുണ്ട്. അയാളുടെ 1-2 ആഭരണങ്ങൾ മറ്റൊരാൾ മോഷ്ടിച്ചു. ഇയാൾക്ക് എന്തു പറ്റുമെന്നറിയാം. ഒരു കുഴപ്പമില്ല. ആഭരണങ്ങൾ അയാൾ ഉണ്ടാക്കി ഒരു പരിഭ്രമവുമില്ലാതെ കഴിഞ്ഞു. അതുപോലെയുമല്ല ഇത് വെറും മായ. ഒരിടത്ത് കുറെ ഗോപന്മാരും ഗോക്കളും ഉണ്ടെന്ന് തോന്നിയിരുന്നു. അതിനെ ബ്രഹ്മാവും ഈ സത്യത്തിന്റെ ഒരു തോന്നലാണ്. പക്ഷെ അത് അയാൾക്കറിയാൻ വയ്യായിരുന്നു. അതുകൊണ്ട് അയാൾ പശുക്കളെയൊക്കെ മോഷ്ടിച്ച് കൃഷ്ണനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചു. കൃഷ്ണൻ സാക്ഷാൽ സത്യസ്വരൂപൻ. അദ്ദേഹം അതൊക്കെ പുതുതായിട്ടുണ്ടാക്കി ഗോകുലത്തിൽ കൊണ്ടെത്തിച്ചു. അവിടെ എത്തിയപ്പോൾ എല്ലാം പഴയപോലെ. ബ്രഹ്മാവ് മോഷ്ടിച്ച പശുക്കളും ഗോപന്മാരും ഒക്കെ ഒരിടത്തിരിക്കുന്നു. പക്ഷെ ഗോകുലത്തിൽ യാതൊരു മാറ്റവുമില്ല. കുറെ ദിവസം അങ്ങനെ പോയി. ബ്രഹ്മാവ് വന്ന് നോക്കിയപ്പോൾ എല്ലാം പഴയപോലെ. കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല. നോക്കണേ. അപ്പോ ഗോപന്മാരും പശുക്കളും ഒക്കെ രണ്ടിടത്ത് വസ്തുത അറിയാൻ പാടില്ലാത്ത ബ്രഹ്മാവിനും ഒടുവിൽ ഒരു മാറ്റവുമില്ലെന്ന് കണ്ടപ്പോൾ ബ്രഹ്മാവ് തന്റെ പരാജയം മനസ്സിലാക്കി നേരെ കൃഷ്ണന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് ക്ഷമാപണം ചെയ്തു. അപ്പോഴും എന്ത് സംഭവിക്കുന്നു? ബ്രഹ്മാവ് നോക്കിയപ്പോ തന്നെപ്പോലെ അനേകം ബ്രഹ്മാക്കൾ എന്താ ഒരേ വസ്തു. അവിടെ അനേകം ബ്രഹ്മാക്കളില്ല, അറിവ് മാത്രം, ബോധം. ബ്രഹ്മാക്കളുടെ തോന്നലോ വെറും ഭ്രമം. ഇതിനെ ഭ്രമമെന്ന് മനസ്സിലാക്കുക. ഈ നാമരൂപം ഭ്രമമാണ്, അതിൽ വസ്തുബോധമാണ്. ഈ മൈക്ക് എന്ന നാമരൂപം ഭ്രമമാണ്, ഇതിൽ വസ്തുബോധമാണ് എന്നെനിക്ക് ഉറപ്പു വന്നാൽ ഞാൻ മൈക്കിനെ ഉപേക്ഷിച്ചിട്ട് ബോധത്തെ അംഗീകരിച്ചിരിക്കുന്നു. മൈക്കിനെ കാണുമ്പോൾ ഞാൻ ബോധമാണെന്ന് ഉറപ്പിക്കുന്നു. ഇതാണ് അറിവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ അറിയാൻ ശ്രമിക്കുന്ന അറിവും അറിയപ്പെടേണ്ട മഹത്തായ അറിവും ഒന്നായിത്തീരുന്നു. അല്ലാതെ ഇതിന് നമ്മൾ വിചാരിക്കുമ്പോഴുള്ള പ്രയാസമൊന്നുമില്ല. ഭാവന ഒന്ന് ഉറപ്പിക്കണം. സത്യം ഭാവന ചെയ്ത് ഉറപ്പിക്കണം. ഇപ്പൊ അസത്യത്തെ ഭ്രമിച്ച് സത്യമെന്ന് കാണുന്നു. അത് വിട്ടിട്ട് ആ ഭ്രമം ഉപേക്ഷിച്ച് സത്യത്തെ ഭാവന ചെയ്ത് അറിയണം. അറിയുമ്പോൾ ജീവനും ബ്രഹ്മവും ഒന്നായിത്തീരുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടി തന്നെ ദേശകാലങ്ങൾക്കൊക്കെ അപ്പുറമാണെന്ന് കൃഷ്ണൻ എത്രയോ ഇടത്ത് തെളിയിച്ചിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവൻ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഉണ്ടായി മറയുന്നു. സാധാരണക്കാർക്ക് ഒന്നും വിശ്വസിക്കാൻ സാധ്യമല്ല. ദേശകാലങ്ങൾ ഉണ്ടെന്നല്ലേ തോന്നുന്നത്? എവിടെ തോന്നുന്നു? ബോധത്തിൽ. അവിടെയൊക്കെ അറിയേയുള്ളൂ. ദേശവുമില്ല, കാലവുമില്ല. ബോധം അറിയാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ദേശം ഏത് ദേശം, ഏത് കാലം? ബോധമുണ്ടെന്ന് കരുതുന്നതുകൊണ്ട് ദേശമുണ്ട്, കാലമുണ്ട്. കൃഷ്ണൻ ഇത് കുട്ടിക്കാലത്തെ കാണിച്ചു തുടങ്ങി. യശോദ കൃഷ്ണൻ മണ്ണ് തിന്നിട്ടുണ്ടോ എന്നറിയാനും കൃഷ്ണനെ കക്കി പിടിച്ച് വാ തുറക്കാൻ പറഞ്ഞു.
നോക്കട്ടെ, നീ മണ്ണ് തിന്നു എന്നാണല്ലോ നിന്റെ കൂട്ടുകാർ പറയുന്നത്. വാ തുറന്നപ്പോഴെന്താ, സകല പ്രപഞ്ചവും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ആ വാക്കകത്ത് യശോദ കാണുകയാണ്. ഉള്ളതൊരു ബോധം മാത്രം, മറ്റേതൊക്കെ വെറും മായ. നമുക്ക് ഈ ഉറപ്പ് വരുമ്പോ യശോദ ഉണ്ണിക്കണ്ണന്റെ വാക്കകത്ത് പ്രപഞ്ചത്തെ മുഴുവൻ കണ്ടതുപോലെ നമ്മുടെ ബോധത്തിൽ, ഇപ്പൊ എന്നിൽ ഞാൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ദർശിക്കുകയാണ്. അതാണ് സ്വാമി രാമതീർത്ഥനും മറ്റും ഞാനാണ് സൂര്യനായി പ്രകാശിക്കുന്നത്. ബോധം എന്റെ ജീവബോധം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മബോധവുമായി ഏകീഭവിച്ചു. ബ്രഹ്മബോധത്തിൽ കാണുന്ന വെറും ഒരു കാഴ്ചയാണ് സൂര്യൻ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. ഞാൻ ബ്രഹ്മബോധമായി മാറിയെങ്കിൽ എനിക്ക് അനുഭവം എന്താ? നമുക്കൊക്കെ എളുപ്പത്തിൽ അനുഭവിക്കാം. ഭാവന ഒന്ന് മാറിയാൽ പോലും അനുഭവിക്കാം. നമ്മുടെ ഉള്ളിലുള്ള ഞാൻ പ്രപഞ്ചത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് എന്നൊരു ഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ എന്നിലാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ഇതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ്, അറിവാണ്, ബ്രഹ്മമാണ്. അതിലാണല്ലോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത്. സൂര്യനായി പ്രകാശിക്കുന്നത് ഞാനാണ്. ഈ വസ്തുതത്വമാണ് കൃഷ്ണൻ 15-ാം അധ്യായത്തിൽ അർജുനനോട് പറയുന്നത്. എടോ അർജുന, ഈ സൂര്യനായി പ്രകാശിക്കുന്നത് ഞാനാണ്, അതിൽ അതിശയിക്കാനൊന്നുമില്ല. ഇതൊക്കെ നമുക്കുപോലും തിയറി ഒന്ന് മനസ്സിലാക്കിയാൽ ഭാവനയിൽ തന്നെ അനുഭവിക്കാം. പിന്നെ മനസ്സൊക്കെ ഒന്നൊഴിഞ്ഞു മാറി ശുദ്ധബോധത്തെ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് വ്യക്തമായും സൂര്യനായി പ്രകാശിക്കുന്നത് ഞാനാണ്, സംശയമൊന്നുമില്ല. കൃഷ്ണൻ എന്ത് പറയുന്നു? യദാദിത്യഗതം തേജോ ജഗദ്ഭാസയത്തെ അഖിലം യച്ചന്ദ്രമസി യച്ചഗ്നോ തേജോ വിദ്ധി മാമകം. അർജുന, സൂര്യനായും ചന്ദ്രനായും യച്ചന്ദ്രമസി യച്ചഗ്നോ, അഗ്നിയായും പ്രകാശിക്കുന്നത് ഞാനാണ്. അപ്പൊ അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല. സൂര്യനുണ്ടോ? ഇല്ല. അഗ്നി ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? അറിവ്. അറിഞ്ഞു വന്നപ്പോ അറിയാൻ ശ്രമിച്ച അറിവും അറിയപ്പെടേണ്ട അറിവും ഒന്നായി. വളരെ എളുപ്പം. ഏതുപോലെ ആഭരണങ്ങളൊക്കെ സ്വർണമാണെന്നറിഞ്ഞു ഒരാൾ. കുറച്ച് വളയും മാലയും ഒക്കെ ഇരിക്കുകയാണ്. അവിടെ വളയുണ്ടോ? ഇല്ല. പിന്നെ സ്വർണം. വളയില്ല. വള എന്നൊരു വസ്തുവില്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കുക. വള എന്നൊരു വസ്തുവില്ല. പിന്നെ ഇവിടെ എന്താ? സ്വർണമാണ് വളയായിട്ട് തോന്നുന്നത്, സ്വർണമാണ് മാലയായിട്ട് തോന്നുന്നത്. അതുപോലെ അർജുന, ഞാനാണ് സൂര്യനായിട്ട് പ്രകാശിക്കുന്നത്. അത് തന്നെയാണ് സ്വാമി രാമനും പറഞ്ഞത്. ഞാനാണ് ചന്ദ്രൻ, ഞാനാണ് സൂര്യൻ. ഇങ്ങനെ കൃഷ്ണനിത് കുട്ടിക്കാലം മുതൽ ഓരോരുത്തരെ കാണിച്ചു. ഇതിൽ അത്ഭുതമൊന്നുമില്ല. കാണിച്ചു എന്ന് പറഞ്ഞാൽ സത്യം വെളിപ്പെടുത്തി കൊടുത്തു. ഈ കാണുന്നതൊക്കെ ഒരേ സത്യം. അർജുനന് 11-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. ഒക്കെ ഞാൻ. കൃഷ്ണനിൽ സർവപ്രപഞ്ചവും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഉണ്ടായി മറയുന്നതായി അർജുനൻ കണ്ടു. ദേശകാലങ്ങളൊക്കെ പോയി. തത്രൈകസ്ഥം ജഗത്കൃത്സ്നം പ്രവിഭക്തം അനേകഥ അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്ഥത. പാണ്ഡവന് എന്ത് കണ്ടു? തത്രൈകസ്ഥം ജഗത്കൃത്സ്നം, ഒരേ ഒരു സ്ഥലത്ത് സർവപ്രപഞ്ചവും കൃഷ്ണശരീരത്തിൽ അർജുനന് കാണാൻ കഴിയും. പ്രവിഭക്തം മാറി മാറി സൂര്യൻ ചന്ദ്രൻ ഒരേ ബോധത്തിൽ ഒരേ സ്വർണത്തിൽ മാറി മാറി
വള മാല ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ വളയുമില്ല, മാലയുമില്ല, ഉള്ളതൊരേ അറിവ് മാത്രം. അതുപോലെ അർജുനന് കൃഷ്ണശരീരത്തിൽ ജഗത് കൃത്സ്നം, മുഴുവൻ ജഗത്തും പ്രവിഭക്തം അനേകഥ, സൂര്യചന്ദ്രന്മാരായിട്ടൊക്കെ മാറി മാറി കാണാൻ കഴിയുന്നു. അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്ഥത തതസ്സ വിസ്മയാവിഷ്ടോ. അർജുനന്റെ പ്രപഞ്ചബോധം മുഴുവൻ മാറിപ്പോയി. അയാൾ ആശ്ചര്യഭരിതനായി. ഇതൊക്കെ വെറുതെ കേട്ടാൽ പോരാ. നമുക്കിത് ഉടനെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇത്രയൊക്കെ ഉള്ളൂ ഈ പ്രപഞ്ചം. ഇവിടെ അതിഭയങ്കരമായ വെള്ളപ്പൊക്കം, അവിടെ അതിനേക്കാൾ കഴിഞ്ഞ ട്രെയിൻ ആക്സിഡന്റ്, മറ്റിടത്ത് വേറെ കൊള്ള. ഓഹോ, ഇതിലെന്താ ഇപ്പോ എന്താ ഇല്ലാതാവുന്നത്? ഒന്നുമില്ലാതാകുന്നില്ല, ഒന്നും പുതുതായിട്ടുണ്ടാകുന്നുമില്ല. അത്ഭുതകരമായ ഒരു നേരം പോക്ക്. ഇതൊന്ന് അറിഞ്ഞു വെക്കുക. ദുഃഖമില്ല. നമുക്കും ഇതിന്റെ കൂടെയൊക്കെ ചേരാം, കളിക്കാം. ഇന്ദ്രജാലം. ഇവിടെ എന്ത് ദുഃഖിക്കാനിരിക്കുന്നു? ഒരു കുഴപ്പമില്ല. നാമരൂപങ്ങൾ മാറി വരുന്നു. അതൊക്കെയാണ് ഈ അറിവൊക്കെ പഠിച്ച് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഞാൻ ഗുരുദേവന്റെ അറിവ് പഠിച്ചിട്ടുണ്ട് എന്നിട്ടും ദുഃഖം മാറുന്നില്ല. ദുഃഖം മാറാൻ നിങ്ങൾ അറിവ് പഠിച്ചില്ല. അറിവ് ശരിയായി അറിഞ്ഞെങ്കിൽ ദുഃഖം വരില്ല. ഇവിടെ അറിവ് മാത്രമേ ഉള്ളൂ. അതാണ് അറിവിനെ അറിയുന്നില്ല. ഇനി അറിയുന്നേരത്തു രണ്ടും ഒന്നായി. അറിയുമ്പോൾ രണ്ടും ഒന്നായി. ഇതെങ്ങനെ സാർ രണ്ടും ഒന്നാവുന്നത്? എടോ, നിങ്ങൾ അറിഞ്ഞാൽ മതി. വള സ്വർണമാണെന്ന് അറിഞ്ഞാൽ മതി. അല്ലാതെ വളയെ മാറ്റിയിട്ട് വള എന്ന നാമരൂപത്തെ മാറ്റിയിട്ട് സ്വർണത്തെ അറിയാൻ ശ്രമിക്കണ്ട. വളയിൽ ഒരുപക്ഷെ അത് സാധിച്ചേക്കും. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അത് പറ്റില്ല. സൂര്യനെ മാറ്റിയിട്ട് ബോധത്തെ അറിയാനൊക്കെ ഇല്ല. എന്താ കാര്യം? സൂര്യനും ബോധവും ഒന്നാണ്. അത് സിദ്ധശാസ്ത്രീയമായ അറിയുക. തത്വമസി, അത് നീ തന്നെ എന്ന വസ്തുത അറിയുക. അത്രയേ വേണ്ടു. എന്നിട്ടോ അറിയും മുൻപ് ഏതെന്നാൽ. അപ്പോൾ അതൊക്കെ ശരി. ഈ അറിയുന്നതിന് മുൻപ്, ശരിയായ മഹത്തായ അറിവിനെ അറിയുന്നതിന് മുൻപ് ഏതുണ്ടായിരുന്നു? ചോദ്യം എന്താണെന്നോ? ഇപ്പൊ വളയാണ് കാണുന്നത്. പക്ഷെ ഈ വളയാകുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു? ആചാര്യൻ പറയുന്നു, എടോ ഇത് സ്വർണമാണ്, വളയൊന്നുമല്ല, സ്വർണം. അപ്പോൾ വളയാകുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു? സ്വർണം മാത്രം. എന്താ സംശയമുണ്ടോ? അനേകായിരം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു. ഈ അനേകായിരം ആഭരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു? സ്വർണം മാത്രം. അണുപോലും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ജഗത്തിങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, എന്തും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് പരിഭ്രമിപ്പിക്കുകയല്ലേ. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. വാസ്തവത്തിൽ പരമസത്യം അറിയുന്ന ഒരാളിന് ചിരി വരും. എന്തനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ? അതാണ് വസിഷ്ഠനും മറ്റും പറയുന്നത്. തൃണം ത്രിഭുവനം രാമ, തൃണം ത്രിഭുവനം, ത്രിഭുവനം തൃണം. എന്താ ഒന്നുമില്ലല്ലോ, ഇവിടെ ഒരു ത്രിഭുവനവുമില്ല. ഇത് ഈ കാണുന്നതോ ഭഗവാനെ? കാണുന്നതോ? വെറും കാണുന്നത്. വസ്തു ഒന്ന്. അതിനെ അങ്ങനെ മാറി നിന്നുകൊണ്ട് കാണാനൊക്കെയില്ല. എന്തുകൊണ്ട്? നീ അതാണ്. ഈ കാണുന്നതൊക്കെ അതാണ്. ഇനി മാറി നിന്നുകൊണ്ട് അതിനെ നിങ്ങൾ എവിടെ കാണാൻ? അത് കെടുന്നില്ല. അത് അറിവിലിരുന്ന് കെടുന്നില്ല. അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. അത് ഒരിടത്തും ഇറങ്ങിപ്പോകുന്നില്ല. അറിവിന് വിളവുണ്ട്. അത് നിറഞ്ഞു നിൽക്കുന്നു.
വാസ്തവം ഇതൊന്ന് അറിയുക 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 അറിയുക. ഇവിടെ എന്തുണ്ട്? അറിവ് മാത്രം. എന്താണ് ഈ മയക്ക്? അറിവ്. ഇനി എന്താ വേണ്ടത്? സാർ, അതൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള സുഖം വരുന്നില്ലല്ലോ സാർ. അയാൾ ബ്രഹ്മം എവിടുന്നോ വരുന്നില്ല എന്നാണോ? നിങ്ങളത് അറിഞ്ഞില്ല. ഇതൊക്കെ അറിവാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടെങ്കിലും വീട്ടിൽ ചെന്നപ്പോ ഉറങ്ങാൻ കിടന്നപ്പോ ഉറക്കം വരുന്നില്ല. എന്താ കാര്യം? അയൽവക്കക്കാരൻ എന്തോ ഒരു കാറ് വാങ്ങിച്ചു. അപ്പൊ അയൽവക്കക്കാരൻ കാറ് ഉറക്കം വരുന്നില്ല. നിങ്ങൾ അറിഞ്ഞോ? അയൽവക്കക്കാരൻ ആരാ? ബ്രഹ്മം. നേരം പോക്കൊന്നുമല്ല ഇത്. ഇതൊക്കെ വെറുതെ ചെന്ന് നേരം പോക്കായിട്ട് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. നിങ്ങളിത് അറിഞ്ഞോ? നിങ്ങളുടെ ഉറക്കത്തിന് ഒരു കുറവും വരില്ല. ആനന്ദം. വാസ്തവത്തിൽ ഇന്ന് സ്വന്തം മക്കളും അച്ഛനും അമ്മമാരും പോലും പലയിടത്തും അസൂയയും വിദ്വേഷവും കുറച്ച് പണത്തിന്റെയോ അല്ലെങ്കിൽ സമ്പത്തിന്റെയോ പേരിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഗംഭീരമായി ജീവിക്കാവുന്ന കുടുംബങ്ങൾ, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ട് എന്ത് വിശേഷം? കടുത്ത വിദ്വേഷവും അസൂയയും മത്സരവും. കുടുംബങ്ങൾക്ക് യാതൊരു സ്വസ്ഥതയുമില്ല. ഇതെന്തിനറിയണമെന്ന് പറയുന്നു ഈ സത്യം. സത്യമറിഞ്ഞാൽ ഈ ധനം തന്നെ അങ്ങേറ്റം ആനന്ദകരമായിട്ട് ഉപയോഗിക്കാം. അവർക്കുണ്ട് പണം, നമ്മുടെ സഹോദരന്മാർ. ഇവർക്കുണ്ട് പണം, നമുക്കുണ്ട്. നമുക്കും ഒരുമിക്കാം. അങ്ങോട്ട് ആ ജഗതീശ്വരനെ മുൻനിർത്തി നല്ലവണ്ണം ഭക്ഷണം കഴിക്കാം. ഇതിനൊന്നും വേദാന്തം തടസ്സമില്ല. നിങ്ങളുടെ ഉള്ളിൽ വസ്തുത അറിയാതെ കയറി വരുന്ന ഈ കളങ്കം, സത്യമില്ലായ്മ, അതാണ് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരേ അച്ഛന്റെ മക്കൾ, രണ്ടുപേരും അതിഗംഭീരന്മാർ, ഭൗതിക തലത്തിൽ ബുദ്ധിമാന്മാർ, ഇഷ്ടം പോലെ പണം, കാറ്, വീട് ഒക്കെ ഉണ്ട്. പക്ഷെ രണ്ടുപേരും കടുത്ത വിദ്വേഷം. ഒരു സ്വൈരവുമില്ല വീട്ടിൽ. രണ്ടുപേരുടെ വീട്ടിലുമില്ല. അച്ഛനും അമ്മയ്ക്കും സ്വൈരമില്ല. കണ്ടാൽ ചെന്നായ്ക്കളെപ്പോലെ. ഇത് ഈ ലോകത്തിൽ ഇന്ന് എവിടെയും, നമ്മുടെ നാട്ടിൽ പോലും നമുക്ക് കാണാം. ഇവിടെയാണ് ബ്രഹ്മബോധത്തെ കുറ്റം പറയുന്നത്. ഈ സത്യബോധത്തെ കുറ്റം പറയുന്നോ? ഞങ്ങൾക്ക് ബ്രഹ്മബോധമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആവശ്യം പണമാണ്, ഞങ്ങൾക്ക് ഭൗതിക സുഖമാണ് ആവശ്യം. ഇഷ്ടം പോലെ എന്താ സുഖിക്കൂ. എന്തുകൊണ്ടാണ് ഇവിടെ സുഖമില്ലാത്തത്? സത്യബോധമില്ല. വേറെ ഒന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവർക്കും ഉണ്ടല്ലോ. രണ്ടുപേരും ഈ സത്യമറിഞ്ഞ് തമ്മിൽ സഹകരിക്കാൻ തയ്യാറാവൂ. നമ്മളും അവരും ഒക്കെ ഒരേ ഈശ്വരതത്വം. നമ്മളെന്തിനു പണങ്ങിയിരിക്കണം? നമുക്കിഷ്ടം പോലെ ഉണ്ടല്ലോ, അവർക്കും ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ സന്തോഷം നമുക്ക് ഒരുമിച്ചുകൂടി സന്തോഷിക്കാം. ഓണം ആഘോഷിക്കാം, ദീപാവലി ആഘോഷിക്കാം. ഇതാ ഓണമൊക്കെ വരികയല്ലേ, എന്തു വേണോ ആഘോഷിക്കാം. ഈ സത്യബോധത്തിന്റെ മഹത്വം അറിയുന്നില്ലല്ലോ. എത്ര ലോകത്തിന്റെ നാനാഭാഗത്തും എത്രയെത്ര മിക്കവാറും കുടുംബങ്ങൾ, വലിയ ധനിക കുടുംബങ്ങൾ, ചിലപ്പോഴും അത്രയും പണം ഇല്ലെങ്കിൽ കുറേയൊക്കെ സന്തോഷമായിട്ടൊക്കെ കഴിയുന്നുണ്ടാവും. പണം വന്നതാണ്. പണം കുഴപ്പമൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ഈ സത്യബോധമുണ്ടോ, ഒരു സാമ്രാജ്യവും കുഴപ്പം ചെയ്യില്ല. ഈ സത്യബോധം ഇല്ലേ, കയ്യിലുള്ള 10 കാശ് പോലും അങ്ങേയറ്റം ദുഃഖിപ്പിക്കും, അങ്ങേയറ്റം. അതുകൊണ്ടാണ് ഈ സത്യബോധം. അവരും നമ്മളൊക്കെ വന്ന് എന്ത് പിണങ്ങാനിരിക്കുന്നു, സന്തോഷമായിട്ട് ഉറങ്ങാം, സുഖിക്കാം. അതിലാണ് അതിലെന്താ, ഇത് സത്യമാണെന്ന് അയൽവക്കക്കാരനും ഞാനും ഒരേ സത്യമാണെന്ന ഉറപ്പ്. അല്ലാതെ ഇപ്പൊ അയൽവക്കക്കാരന്റെ ശരീരമൊക്കെ അങ്ങോട്ട് ബോധമാക്കി മാറ്റി അയാളെ കാണുമ്പോഴൊക്കെ അത് ബോധമാണ്, അത് നമുക്കറിയുന്നില്ല.
ഏത് സ്വർണ്ണാഭരണമുള്ളതും സ്വർണ്ണമാണ്. അതിന് സംശയം എന്താ? ആ രൂപത്തിലിരിക്കുമ്പോഴും അതങ്ങനെയാണ്. ഇതൊന്നും അറിയാതെ ഗുരുദേവൻ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പോ ഈ രൂപം വരും മുമ്പേ അയൽവക്കക്കാരൻ, ഇങ്ങനെ അയൽവക്കക്കാരനാകുന്നതിന് മുൻപ് അയാൾ എന്തായിരുന്നു? ബ്രഹ്മം, ബോധം. അങ്ങനെയും ആലോചിക്കാം. സ്വർണം വളയാകുന്നതിന് മുൻപ് എന്തായിരുന്നു? സ്വർണം. ഛാന്ദോഗ്യോപനിഷത്തിൽ ഉദ്ദാലകൻ മകനെ ഉപദേശിക്കുന്നതാണ്. ഇതാരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് അമേരിക്കൻ പ്രസിഡന്റിനും പിടികിട്ടുന്നില്ല. ഇതാ അറിയും മുൻപ് ഏതെന്നാൽ ഇങ്ങനെ സൂര്യൻ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ അറിയുന്നതിന് മുൻപ് ഏതെന്നാൽ ഇതൊക്കെ എന്തായിരുന്നു? എന്നാൽ അറിവല്ലാതെ ഒന്നുമിങ്ങിരിപ്പില്ല. അറിവല്ലാതെ മറ്റൊന്നുമില്ല. അറിവല്ലാതെ ഒന്നുമിങ്ങിരിപ്പില്ല. അറിവറ്റതിതേത്? അറിവ് ഇല്ലെങ്കിൽ ഇതേത്? ഇത് പിന്നെ എന്ത്? ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു. സ്വർണമില്ലെങ്കിൽ ഈ നിരന്നിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ഏതാ? എന്ത്? അപ്പോ ആഭരണങ്ങൾ ആകുന്നതിന് മുൻപവയൊക്കെ എന്തായിരുന്നു? സ്വർണം. ആഭരണങ്ങൾ അങ്ങനെ ഇരുന്നോട്ടെ. ഒന്ന് ആലോചിക്കുക. ആഭരണങ്ങൾ ഇല്ലാതാകുന്നതിന് മുൻപ് എന്തായിരുന്നു? സ്വർണം. അറിവറ്റതിതേത്? അതിരുണ്ടറിവെന്നാൽ അറിവിന് അവസാനമുണ്ടെന്നു വന്നാൽ, സ്വർണം ഇല്ലെന്നു വന്നാൽ എന്തെങ്കിലും ആഭരണം കാണുമോ? ബോധം ഇല്ലെന്നു വന്നാൽ ഏതെങ്കിലും പ്രപഞ്ചരൂപം ഉള്ളതായിത്തീരുമോ? അറിവറ്റതിതേത്? അതിരുണ്ടറിവെന്നാൽ അറിവിന് അതിരുണ്ടെന്നു വന്നാൽ ചില അറിവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇല്ലാതായിപ്പോവും. സ്വർണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇല്ലാതായിപ്പോവും. ഇല്ലാതായാൽ പിന്നെ ആഭരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? അതാണ് അറിവറ്റതിതേത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ എളുപ്പം. അറിവറ്റതിതേത്? അതിരുണ്ടറിവെന്നാൽ അറിവിന് ബോധത്തിന് അതിരുണ്ടെന്ന് വന്നാൽ ഒന്നുമിങ്ങു കാൺമീല. പിന്നെ ഇവിടെ ഒരു വസ്തുവും ഉണ്ടാവില്ല. സ്വർണമില്ലെന്ന് വന്നാൽ ഒരാഭരണവും ഉണ്ടാവില്ല. ഈ പരമസത്യം ആരെയും പഠിപ്പിക്കുന്നില്ല. ലോകം കിടന്ന് പിടയുന്നത് ഈ ഒരൊറ്റ കാരണത്താൽ, ഈ സത്യബോധമില്ല. ഏത് അമേരിക്കയായാലും ശരി, അമേരിക്കൻ ഭരണാധികാരിയായാലും ശരി, ഞാൻ അമേരിക്ക എടുത്തു പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രം കിടുകിടാ വിറയ്ക്കുകയാണ്. ഒരാളിനെ ആ രാജ്യത്തിനകത്ത് കടത്താൻ പോലും അമേരിക്കൻ ഭരണകൂടത്തിന് ഇന്ന് അത്യന്തം ഭയം. വെളിയിൽ നിന്ന് ചെല്ലുന്ന ഒരാളിനെ അങ്ങോട്ട് കടത്താൻ അവർക്ക് അത്യന്തം ഭയം. എന്താ? ഈ സത്യബോധമില്ല. നേരെ മറിച്ച് ആ സത്യബോധം ഉണ്ടായാൽ ഒക്കെ നശിച്ചു പോയില്ലേ സാർ? അങ്ങനെയല്ല. അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് ഈ സത്യബോധം ഉണ്ടായില്ലെങ്കിൽ ഈ കാണുന്ന കുഴപ്പങ്ങളിൽ മിക്കവാറും ഒഴിവാക്കാമായിരുന്നു. സ്നേഹമായി സമീപിക്കുക രാഷ്ട്രങ്ങളെ, ആളുകളെ. അത് പോട്ടെ. എന്തായാലും വ്യക്തികൾ ദുഃഖിക്കുന്നതും ഒക്കെ ഇക്കാരണത്താലാണ്. ആണ് ഛാന്ദോഗ്യോപനിഷത്തിലെ തത്വമസി ഉദ്ദാലകൻ തന്റെ മകനായ ശ്വേതകേതുവിനെ പഠിക്കാനയച്ചു. കുറെ പ്രായമൊക്കെ ആയി, അവനൊന്നും പഠിച്ചില്ല. ഒരു ദിവസം മകനെ വിളിച്ചു ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ നടക്കുന്നത്? പഠിക്കണ്ടേ? പഠിച്ചില്ലെങ്കിൽ നമ്മളെ എല്ലാം നഷ്ടമാവും. അങ്ങനെ ഗുരുകുലത്തിലയച്ച് പഠിപ്പിച്ചു. 12-ാം വയസ്സിലാണ് അയച്ചത്. 12 കൊല്ലം പഠിച്ചു. 24-ാം വയസ്സിൽ മടങ്ങി വന്നു. അച്ഛൻ ആശ്രമത്തിന്റെ ഉമ്മറത്തിരുന്ന് നോക്കുകയാണ് മകൻ മടങ്ങി വരുന്നത്. അവന്റെ മുഖത്ത് അസാധാരണമായ ഒരു അഹങ്കാരം. ഇതാണ് ഇന്ന് വിദ്യാഭ്യാസം. കമ്പ്യൂട്ടർ വരെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസമൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിന്റെ കൂടെ അഹങ്കാരത്തിന്റെ തടിച്ചു കൊഴുത്ത ഭാവവും സകല ദുഃഖവും ഉണ്ടാക്കുന്നത്. അഹങ്കാരം വന്നാൽ പിന്നെ സത്യം പിടികിട്ടില്ല. അവനെങ്ങനെയാ വന്നത്?
മഹാമനാഹ, ഈ 3 വാക്കുകളാണ് ഉപനിഷത്ത് പ്രയോഗിച്ചത്. മഹാമനാഹ സ്തബ്ധ അനൂചാനവാചി. മകനെ കണ്ടു, മുഖത്ത് നോക്കിയപ്പോൾ തന്നെ പിടികിട്ടി, അവന്റെ വിദ്യാഭ്യാസം ഏതുവരെ എത്തി എന്ന് പിടികിട്ടി. മഹാമനാഹ എന്ന് പറഞ്ഞാൽ എന്നെ കഴിഞ്ഞ് ഇവിടെ ഇനി ആരുമില്ല. എന്തൊക്കെയോ ചിലർ എന്താ സോഫ്റ്റ്വെയറോ എന്ന് എനിക്ക് പിടിയില്ല, അതൊക്കെ പഠിച്ചിട്ട് വരികയാണ്. എന്നെ എത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ, എന്താണ് ഈ ജഗത്തൊന്നും ഒന്നും പിടിയില്ല. എന്നെ കഴിഞ്ഞ് ഇവിടെ ഇനി ആരുമില്ല, ഞാൻ അമേരിക്കയിൽ നിന്ന് വരിക സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട്. അനൂചാനവാചി, എനിക്കിനി ആരും ഒന്നും പറഞ്ഞു തരാനില്ല. സ്തബ്ധ, ഞാൻ ആരുടെ മുമ്പിലും തലകുനിക്കിയില്ല. അഹങ്കാരത്തിന്റെ 3 ഭാവങ്ങളാണ്. വിനയത്തിന്റെ കണിക പോലുമില്ല. അച്ഛന് വലിയ സങ്കടം തോന്നി. ശിവനെ ഞാൻ 12 കൊല്ലം ഗുരുകുലത്തിലയച്ച് പഠിച്ചിട്ട് ഈശ്വര ഇതാണോ ഗതി? അടുത്ത് വന്നപ്പോ അവന്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞങ്ങൾ പറയാറുണ്ട് കൂടെ അവന്റെ മുഖത്ത് നോക്കിയപ്പോ എന്താ ഭാവം? എന്താ എന്നെ കണ്ടിട്ട് ഈ മൂപ്പിൽ എണീക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവമാണ്. ഇന്ന് മനുഷ്യൻ ഈ എഞ്ചിനീയർ ആവാൻ ഒന്നും വേണ്ടെന്നല്ലേ ഞാൻ പറയുന്നത്. ഈശ്വര, കേരളത്തിൽ ഇപ്പോ എഞ്ചിനീയറാവാനും ഡോക്ടറാവാനും കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ, അവരെ അങ്ങനെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അനുഭവിക്കുന്ന ദുരിതത്തിനൊരു കണക്കുണ്ടോ? ഒരു ഗവൺമെന്റിനും ഒന്നും നിശ്ചയമില്ല. അതൊക്കെ പോട്ടെ. എന്തായാലും സേതുവിനെ കണ്ടപ്പോ ഉദ്ധാരകന് വിഷമം തോന്നി. അടുത്ത് വിളിച്ചു, എടാ മകനെ, നീ ഒക്കെ പഠിച്ചോ? ഒക്കെ പഠിച്ചു. എന്ത് പഠിച്ചടാ നീ? എടാ, ഏതെങ്കിനെ കുറിച്ചറിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും അറിയാനില്ലയോ? ഏതെങ്കിനെ കുറിച്ച് കേട്ടാൽ പിന്നെ ഇവിടെ ഒന്നും കേൾക്കാനില്ലയോ? ആ സത്യത്തെ നീ അറിഞ്ഞോ? അപ്പൊ ചോദിച്ചു, ഇല്ല, അതൊന്നും പറഞ്ഞില്ല ഗുരുക്കന്മാർ. അങ്ങനെ ഒരു സത്യമുണ്ടോ അച്ഛാ ഇവിടെ? ഒന്നിനെക്കുറിച്ച് കേട്ടാൽ പിന്നൊന്നും കേൾക്കാനില്ല, ഒന്നിനെ അറിഞ്ഞാൽ പിന്നൊന്നും അറിയാനില്ല. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം, ഇതാണ് ഉപനിഷത്ത് വിജ്ഞാനം. ഒന്നിനെ അറിഞ്ഞു, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ചോദിച്ചു, അതെങ്ങനെ? ഏതാ അതിലെന്താ? മണ്ണുകൊണ്ട് നിരവധി പാത്രങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, എണ്ണമറ്റ പാത്രങ്ങൾ. നീ മണ്ണിന് എന്താണെന്നറിഞ്ഞു എന്ന് വെക്കുക, പാത്രങ്ങളെല്ലാം അറിയപ്പെട്ടു. പാത്രങ്ങളെല്ലാം എന്ത് ഗംഭീരം, എന്ത് ലളിതം. ഇത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി എവിടുന്നാണ് എന്തെങ്കിലും മനസ്സിലാകുന്നത്? മൃത്തികേത്യവ സത്യം, മണ്ണ് മാത്രമാണ് സത്യം. ഇപ്പം നിനക്ക് എല്ലാ പാത്രങ്ങളും പിടികിട്ടിയോ? ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ പിടികിട്ടി. ഇനി ഏത് കാലത്തും ഉണ്ടാകാവുന്ന പാത്രങ്ങൾ പിടികിട്ടി. എന്താ? വികാരോ നാമധേയം മൃത്തികേത്യവ സത്യം. അതുപോലെ സ്വർണം കൊണ്ട് ഈ ദൃഷ്ടാന്തമൊക്കെ ഉപനിഷത്ത് കാണിക്കുന്നതാണ്. നിരവധി ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്താ? അതൊക്കെ വികാരോ നാമധേയം സ്വർണമിത്യേവ സത്യം. അതുപോലെ കുഞ്ഞെ ഇവിടെ സദൈവ സൗമ്യ ഇത് അഗ്രമാസീ ഏകമേ വർജിതീയം. ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ തീർന്നു അറിവ് മാത്രമായിരുന്നു ബോധം, ഉണ്മ അനുഭവമുള്ള ബോധം. അതാണ് സത്ത ഉണ്മ, ഉണ്മയനുഭവമായിട്ടുള്ള ഉണ്ടെന്നറിയുന്ന ബോധം. ഗുരുദേവൻ പറയുന്ന അസ്ഥ്യസ്ഥിയെന്നു സകലോപരി നിൽപ്പതൊന്നേ സത്യം. ഉണ്ട് എന്നനുഭവിച്ചുകൊണ്ട് എല്ലാറ്റിനും മുകളിൽ നിൽക്കുന്ന ആ ബോധം മാത്രമാണ് സത്യം. കുഞ്ഞെ, ആരംഭത്തിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റൊന്നും ആരംഭത്തിൽ. അതാണിതാ ഇവിടെ ഗുരുദേവൻ പറയുന്നത്, അറിയും മുൻപേതെന്നാൽ. ഈ ഉപനിഷത്ത് തത്വമാണ് ഈ പദ്യത്തിൽ പറയുന്നത്. അറിവല്ലാതെ ഒന്നും ഇങ്ങിരിപ്പില്ല. സദൈവ സത്ത് മാത്രം. അറിവറ്റതിതേത്ത്. ഈ അറിവില്ലെന്ന് വന്നാൽ, അതായത് ഈ ആഭരണങ്ങളായിത്തീരും മുമ്പ് എന്തുണ്ടായിരുന്നു? സ്വർണം മാത്രം.
അറിവറ്റതിതേ എന്നാൽ സ്വർണം ഇല്ലെന്ന് വന്നാൽ ഇതേത്, ഈ ആഭരണമൊക്കെ ഏത്? ചോദ്യം. സ്വർണമില്ല, ഈ ആഭരണങ്ങൾ എന്തായിരിക്കും? ശൂന്യം, ആഭരണങ്ങളില്ല. അതുപോലെ ബോധമില്ല, ഇതാർക്ക് ബോധമില്ല. പ്രപഞ്ചമുള്ളോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ? ഇല്ലേ ഇല്ല, ലേശം പോലുമില്ല. അതുപോലെയാണ് അറിവറ്റതിതേത്. അറിവറ്റാൽ ബോധമില്ലെന്ന് വന്നാൽ ഈ ജഗത്ത് പിന്നെ ഏത്? സ്വർണമില്ലെന്ന് വന്നാൽ ഈ ആഭരണങ്ങൾ പിന്നെ ഏത്? അതിരുണ്ടറിവെന്നാൽ ഈ ബോധത്തിന് അവസാനമുണ്ടെന്ന് വന്നാൽ, അതായത് സ്വർണം ഇല്ലാത്തതായിത്തീരുമെന്ന് വന്നാൽ പിന്നെ ഈ ആഭരണങ്ങൾ ഇല്ലേ ഇല്ല, ഇല്ലേ ഇല്ല. നേരെ മറിച്ച് ആഭരണങ്ങൾ ഇല്ലാതായാലും സ്വർണ്ണമുണ്ട്. അതാണ് ഇങ്ങോട്ട് തിരിച്ചാൽ ജഗത്ത് മുഴുവൻ തീർന്നാലും അഖണ്ഡ ബോധം. അപ്പോഴാണ് അറിയുന്നയാളും അറിയപ്പെടേണ്ട വസ്തുവും ഒന്നായി അനന്തബോധം വിരാജിക്കുന്നത്. ഈ നാമരൂപങ്ങൾ മാറിയാൽ വസ്തു പോകുമോ? വള, മാല എന്ന നാമരൂപങ്ങൾ മാറിയാൽ സ്വർണം പൂർണ്ണ രൂപത്തിൽ ബാക്കി നിൽക്കും. ഈ പരമസത്യം അനന്തകാലം മുതൽ പരീക്ഷിക്കപ്പെട്ട് പോരുന്ന സത്യമാണ്. ഇന്നുവരെ ഇതിനെ അന്യഥാകരിക്കാൻ ഈ ലോകത്തൊരു ചിന്തകനും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. അറിവറ്റതിതേത്, അതിരുണ്ടറിവെന്നാൽ ഒന്നുമിങ്ങ് കാണില്ല. അറിവിന് അവസാനമുണ്ടെന്ന് വന്നാൽ ഒന്നും കാണില്ല. അച്ഛൻ ചോദിച്ചു, ഇതൊക്കെ ഇത് നിന്നെ ആരെങ്കിലും പഠിപ്പിച്ചോ? ഇതൊക്കെ സത്ത് മാത്രം, ബോധം മാത്രം. അച്ഛൻ അതന്നെ ആരും പഠിപ്പിച്ചില്ല. അവിടെയാണ് അച്ഛൻ പിന്നെ ഉപദേശിക്കാൻ തുടങ്ങുന്നു. 9 പ്രാവശ്യം ഒരു ലാബറട്ടറിയിലെന്ന പോലെ ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ കാണിച്ച് തത്വമസി ഇതൊക്കെ പറഞ്ഞിട്ട്, കുഞ്ഞെ അതായിരുന്നു ഇതെല്ലാം ഈ കാണുന്ന അനന്തകോടി സൗരയൂഥങ്ങൾ ആ സത്ത് മാത്രമായിരുന്നു. ഐതദാത്മ്യമിതം സർവം, ഈ കാണുന്നതെല്ലാം ഐതദാത്മ്യം, അതുമാത്രം, ആ ബോധം മാത്രം. ലോകത്തേതെങ്കിലും ചിന്തകനുണ്ടെങ്കിൽ ഈ ഉപനിഷത്ത് സത്യത്തെ ഒന്ന് വെല്ലുവിളിക്കട്ടെ, ഇത് യുക്തിക്ക് ചേർന്നതല്ല എന്ന് തെളിയിക്കട്ടെ. ഒരുത്തർക്കും ഒരിക്കലും സാധ്യമല്ല. ഐതദാത്മ്യമിതം സർവം തത്വമസി, അത് നീ തന്നെ. 9 ഇതറിഞ്ഞാൽ മതി, നീ അത് തന്നെ. ഈ ജഗത്ത് മുഴുവൻ അത് തന്നെ. ദൃഷ്ടാന്തസഹിതം 9 പ്രാവശ്യം അച്ഛൻ ഉദ്ദാലകൻ ശ്വേതകേതുവിന് ഉപദേശിക്കാം. ആ തത്വമസി അധ്യായം ഛാന്തോഗ്യോപനിഷത്തുണ്ടല്ലോ, വായിച്ചു നോക്കുക. 9 പ്രാവശ്യം ആവർത്തിച്ചുപദേശിക്കുന്ന തത്വം അത് തന്നെയാണ് ഗുരുദേവൻ ലളിതമായ മലയാള പദ്യത്തിൽ നമ്മെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്. അറിയും മുൻപേ വന്നാൽ, അല്ലാതെ ഇത് നിസ്സാരങ്ങളായ ചില മലയാള പദ്യങ്ങൾ എഴുതി കൂട്ടിവെച്ചിരിക്കുകയല്ല. ഗംഭീരമായ ഉപനിഷത്ത്, ഉപനിഷത്തിനേക്കാൾ ഗംഭീരം. അറിയും മുൻപേ വന്നാൽ അറിവ് അല്ലാതെ ഒന്നുമിങ്ങു കാൺമീല. ഒന്നും ചിന്തിക്കുന്നയാൾക്ക് എത്ര കോടി ആഭരണങ്ങൾ നിരന്നിരിക്കട്ടെ, അതുപോലെ എത്ര കോടി അനന്ത ബ്രഹ്മാണ്ടങ്ങൾ ചുറ്റിത്തിരിയട്ടെ, അറിവല്ലാതെ ഒന്നുമിങ്ങു കാൺമീല. എത്ര കോടി ആഭരണങ്ങൾ നിരന്നിരിക്കട്ടെ, അറിയുന്ന ഒരാൾ സ്വർണമല്ലാതെ മറ്റൊന്നുമിങ്ങു കാൺമീല. ഈ ഈ ആഭരണങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപ് സ്വർണം മാത്രം. വാസിഷ്ഠം പറയുമ്പോൾ അവിടെയാണ് നിർവികൽപ്പജ്ഞാനം. അങ്ങനെയുള്ള ആളിന്റെ ബുദ്ധി എത്ര ആഭരണങ്ങൾ ഇരിക്കട്ടെ, കനകൈക മഹാബുദ്ധി. എങ്ങോട്ട് തിരിഞ്ഞാലും കനകം മാത്രം, കനകൈക മഹാബുദ്ധി. ഇതാണ് നിർവികൽപ്പം. വ്യവഹാരത്തിൽ പോലും കനകൈക മഹാബുദ്ധി. ഈ സത്യമറിഞ്ഞ ഒരാൾക്ക് ഏതൊരു ദുർഘടമായ വ്യവഹാരത്തിലും ബ്രഹ്മൈക മഹാബുദ്ധി. എന്താ ഇതൊക്കെ ബ്രഹ്മം, സർവം
അതല്ലേ സദാശിവം ബ്രഹ്മേന്ദ്ര പാടിയത്? സർവം ബ്രഹ്മമയം രേ സർവം. എടോ ബുദ്ധിഹീനനായ മനുഷ്യ, സർവം ബ്രഹ്മമയം. ഇത് സിദ്ധാന്തത്തിലെങ്കിലും ഒന്ന് ഉൾക്കൊണ്ടാൽ ജീവിതം, ഉൾക്കൊള്ളുന്ന വ്യക്തിയുടെ ജീവിതം ധന്യം, സമൂഹത്തെയും അയാൾക്ക് കുറേയൊക്കെ സഹായിക്കാൻ കഴിയും. ഈ സത്യം അറിയാതെ പോയാൽ നമ്മളെവിടെ പോയി എന്തൊക്കെ ഇങ്ങനെ പുരാണ കഥകളും അതും ഇതൊക്കെ കേട്ടാലും നമ്മുടെ ദുഃഖത്തിന് വലിയ കുറവുണ്ടാവില്ല. ഈ സത്യം അറിയാനായി അതൊക്കെ കേൾക്കുക. അതുകൊണ്ടാണ് ഭാഗവതത്തിലൊക്കെ ശിവൻ പറഞ്ഞത് ഒടുവിൽ പരീക്ഷത്തിനോട്, എടോ ഞാൻ ഈ കഥകളൊക്കെ വെറുതെ പറഞ്ഞതാണ്, നീ ഈ സത്യം ഉൾക്കൊള്ളണം, എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കഥകൾക്കൊക്കെ വിലയുണ്ടാവും. അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു വിലയുമില്ല. ഈ പരമസത്യമാണ് ചെറിയ ചെറിയ ചില കൃതികൾ, അറിവ് എന്നൊക്കെ പറഞ്ഞുള്ള കൃതികളിൽ ഗംഭീരമായ ഉപനിഷത്ത് സത്യം ആണ് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കത് തുടരാം ഏതാനും ദിവസങ്ങൾ കൂടി. ഇതൊക്കെ ഇവിടെ ഈ പ്രഭാഷണമൊക്കെ റെക്കോർഡ് ചെയ്ത് കേരളത്തിലുടനീളം പ്രചരിപ്പിക്കാനാണ് ശ്രമം. ഒക്കെ ഗുരുദേവ ഇച്ഛ നടക്കട്ടെ, ഭഗവാന്റെ ഇച്ഛ. വേറൊന്നും വലുതായിട്ട് ചെയ്യാനില്ല. ഈ വസ്തുത അറിഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എന്തും ബ്രഹ്മമാണെന്നുള്ളിൽ ഉറപ്പിച്ച് രാഗദ്വേഷങ്ങൾ ഒഴിവാക്കുക. അവിടെയാണ് ഉറപ്പിക്കൽ. അല്ല ചുമ്മാ ബ്രഹ്മമാണ്, ഇതൊക്കെ ബ്രഹ്മമാണ്, പണ്ടത്തേക്കാൾ രാഗദ്വേഷങ്ങൾ കൂടി വരുന്നു, ഒറ്റ പ്രയോജനമില്ല. അനുഭവിക്കുക. എങ്ങനെ സാർ അനുഭവിക്കുക? നിങ്ങളുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ മാറി അതിനൊറ്റ ഒരു കുളിർമ ആവിർഭവിക്കണം. ഉള്ളിൽ രാഗദ്വേഷങ്ങൾ മാറിയാൽ ആ നിമിഷം കുളിർമ ആവിർഭവിക്കും. അതിന് ഗുരുദേവനും ജഗദീശ്വരനും നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.